പണമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. പണമാണ് മുഖ്യം ബിഗിലെ. പണമില്ലാത്തവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം നമ്മളെ ഒരു സമയത്ത് ഇട്ടിട്ടങ്ങ് പോകും. ഒരു 18 വയസ്സ് വരെ നമ്മളെ കൂടെ കുറേ ആളുകളൊക്കെ കാണും. പക്ഷേ അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ അവർ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ പഠിക്കണം. പണമില്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ കാണുന്ന ആളുകളില്ലേ, അവരാണ് യഥാർത്ഥ കൂട്ടുകാർ, അവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. പണമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ടും കാര്യമില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം. അവിടെ ദുഃഖത്തിനോ നിരാശയ്ക്കോ ഒന്നിനും സ്ഥാനമില്ല. നമ്മൾ എല്ലാവരും ഹാപ്പി ആയിരിക്കണം. പല പ്രശ്നങ്ങളും വരും, അതെല്ലാം മറികടന്ന് പോവാൻ പഠിക്കണം. ഒരു ദുരന്തവും ജീവിതത്തിന് അവസാനമാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിറോഷിമയിലും നാഗസാക്കിയിലും പിന്നെ ജീവിതമേ ഉണ്ടാവാൻ പാടില്ലായിരുന്നുവല്ലോ. എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് വീണ്ടും പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവും. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേടുന്നതാണോ വലുത്, അതോ വിട്ടുകൊടുക്കുന്നതാണോ വലുത്? ജയിക്കുന്നതാണോ വലുത്, അതോ തോൽക്കുന്നതാണോ വലുത്? രാവണൻ സീതയെ പിടിച്ചുകൊണ്ടുപോയി രാമൻ്റെ കൈകൊണ്ട് മരിക്കുകയും ചെയ്തു. ഒരു പക്ഷേ രാവണൻ സീതയെ പിടിച്ചുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നല്ലോ. സോ ചില സമയത്ത് നേടുന്നതിനേക്കാളും വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. ജയിക്കുന്നതിനേക്കാട്ടിലും തോൽക്കുന്നതാണ് നല്ലത്. സന്ദർഭോചിതമായ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പടത്തിൻ്റെയും ക്ലൈമാക്സ് ആദ്യമേ പറഞ്ഞാൽ പടം കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ? ജീവിതവും ഒരു നാടകമാണ്. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. നഗ്നരായാണ് നമ്മൾ വന്നത് എന്നത് ഓർമ്മ വേണം. നഗ്നരായി തന്നെ നമ്മൾ കടന്നു. പണമോ ആഡംബരങ്ങളോ ഇല്ലാതെയാണ് നമ്മൾ വന്നത്. പണമോ ആഡംബരങ്ങളോ ഇല്ലാതെ തന്നെ നമ്മൾ കടന്നു പോകും. ആരോ നമ്മളെ ആദ്യമായി കുളിപ്പിച്ചു, അവസാനമായി കുളിപ്പിക്കുന്നതും മറ്റാരോ ആയി. ഇതാണ് ജീവിതം. എന്നിട്ടും എന്തിനാണ് ഇത്ര വെറുപ്പ്? എന്തിനാണ് ഇത്ര അസൂയ? എന്തിനാണ് ഇത്ര സ്വാർത്ഥത? മരിക്കും മുമ്പ് ഒന്നും തലയിലെടുത്തു വെക്കാതെ സ്വസ്ഥമായി ജീവിതം ജീവിച്ചു തീർക്കാം.